ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് അയല മുളകിട്ട് കറി വെക്കാൻ പോവാണേ. എല്ലാവരും വെക്കുന്ന കറിയാണ്, എനിക്കറിയാം. പക്ഷേ നമ്മളൊന്ന് വെക്കുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. നോക്കിക്കേ, നല്ല വിളഞ്ഞ വലിയ അയില, കാട്ടയില എന്ന് പറയും കേട്ടോ. ഇത് ഒമാൻ്റെ അയിലയെന്നാണ് പറഞ്ഞത്. ഞാൻ റസൽക്കൈമയെന്നാണ് മേടിച്ചത്, പക്ഷേ ഒമാൻ്റെ അയിലയെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി അയിലയാണ്, നല്ല ടേസ്റ്റും. ഇത് നേരത്തെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല നെയ്യുള്ള അയിലയാണ് കേട്ടോ. അടിപൊളി. നോക്കിക്കാൻ ഒരു പീസ്, നല്ല വലിപ്പമുള്ള പീസല്ലേ, വലിയ അയില കേട്ടോ. നമുക്കൊന്ന് മുളക് കറി വെക്കാം. അയിലക്കറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ചെറിയ ഉള്ളി കണ്ടോ, ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം ഞാൻ ചതച്ചെടുത്തെന്നറിയാം. നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ചതച്ചിട്ട് കറി വെക്കുന്നതിന് വല്ലാത്തൊരു മണമൊക്കെ ഉണ്ടാവും. കാര്യം അതിൻ്റെ നല്ല സ്മെല്ലെല്ലാം ഇറങ്ങും. അരിഞ്ഞിടുമ്പോൾ അരിഞ്ഞൊന്നും മൂത്ത് വരണ്ടേ. ഇതങ്ങനല്ലല്ലോ, നല്ല ചതഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല എണ്ണയൊക്കെ നല്ല പിടിച്ചിട്ട് നല്ല മണം നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനെല്ലാം ചതച്ചിട്ടിരിക്കുന്നത്. നമുക്ക് കറി ഒന്ന് വെച്ച് കണ്ടു നോക്കിയാലോ. ഞാൻ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കടുവിടേണ്ട ആവശ്യമില്ല, അയില ആയതുകൊണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ, നമുക്ക് എന്നിട്ട് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഉലുവ എല്ലാം മൂത്ത് വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ചതച്ച് വെച്ചെങ്കിൽ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ നിറം മാറി വന്നതിന് ശേഷമാണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നല്ലൊരു മണം വരും. നല്ലൊരു മൂത്ത് കഴിയുമ്പോൾ ഇല്ലേ, വെളുത്തുള്ളിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയെല്ലാം മൂത്തതിന് ശേഷമാണ് ചെറിയ ഉള്ളി ചതച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ചെറിയ ഉള്ളി മൂക്കട്ടെ. കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴഞ്ഞ് വരണം കേട്ടോ. നല്ലപോലെ വഴഞ്ഞതിന് ശേഷം വേണം നമുക്ക് പൊടിയെല്ലാം ചേർത്തിട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വെട്ടുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുത്താലോ. ഞാൻ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി കണ്ട നല്ല കളറാണ്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഞാൻ കുറച്ച് വെച്ചേക്കുവാണ്. തീ എപ്പോഴും സിമ്മിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കാം. കുരുമുളക് പൊടി അയിലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി നല്ലതാണ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കേട്ടോ ഇളക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ല മുളക് കറി ആയതുകൊണ്ടേ, പക്ഷേ എരിവ് കുറവായിരിക്കും കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എരിവ് വളരെ കുറവായിരിക്കും. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടേ ഒത്തിരി എരിവൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് മീനിട്ട് കൊടുക്കാം. നമുക്ക് കുടംപുളി ഇട്ടു. നമ്മൾ കുറച്ച് കുടംപുളി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. നമുക്കതൊന്ന് ഒഴിച്ച് കൊടുത്തേക്കാം. ഇനി കറിയൊന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനെല്ലാം പറക്കി വെച്ച് കൊടുത്തു കണ്ടോ. അപ്പം നമ്മുടെ മീനെല്ലാം നല്ലപോലെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചാറിച്ചിരി അങ്ങ് ഒഴിച്ച് കൊടുക്കാം കണ്ടോ. എല്ലാം ഒന്ന് വെന്ത് പറ്റണം, ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കേ ഒരു 3-4 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകായത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 4 ഇട്ട് കൊടുക്കാം. തീരെ എരിവില്ലാത്ത പച്ചമുളക്. ഇനി നമുക്ക് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ വട്ടത്തിലരിഞ്ഞ തക്കാളി എല്ലാം പറക്കി നല്ലപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. കാരണം മുളക് കറി ആയതുകൊണ്ട് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ നമ്മുടെ തക്കാളിക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 ചെറിയ തക്കാളി വട്ടത്തിലരിഞ്ഞെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അവിഞ്ഞങ്ങ് വെന്തോളൂ അതിൻ്റെ പുറത്തിരുന്നേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെ. എനിക്ക് കറിവേപ്പില ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി. നമ്മൾ ഇതുവരെ ഉലുവാപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം അയിലയല്ലേ, അയിലയ്ക്ക് ഉലുവ മസ്റ്റാണല്ലോ. അപ്പം ഉലുവാപ്പൊടി നമ്മൾ തൂക്കി കൊടുക്കുമേ. നമ്മൾ ഇളക്കത്തില്ല. ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കുന്നില്ല കേട്ടോ. മൂടി വെച്ച് വെന്ത് പറ്റുന്നത് വരെ അങ്ങനെ തന്നെ ഇരിക്കും. കാര്യം അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങി നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് മൂടി വെച്ച് നോക്കാം കേട്ടോ. എല്ലാവരും നോക്കിക്കേ. വലിയ സംഭവമല്ല, നമുക്ക് വെക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ. കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും വെച്ച് കഴിക്കണേ. ഞാനൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടെ.
ഗൈസ് നോക്കിക്കേ, നമ്മുടെ കറി കണ്ടോ എന്ത് സ്റ്റൈലാണെന്ന് നോക്കിക്കേ. കണ്ടോ നല്ല കുറുകിയ ചാറ് കണ്ടോ. നല്ല ചോറെല്ലാം കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നാളെ കഴിക്കണം, ഇന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നല്ലത്. നമ്മൾ ഒരു മീൻ കഷ്ണം കാണിച്ചു തരട്ടെ. നോക്കിക്കേ കണ്ടോ, നല്ലപോലെ വെന്ത് പരിലൊക്കെ ഉണ്ട് കണ്ടോ. നല്ല അടിപൊളി മീൻ കഷ്ണം കണ്ടോ, വലിയ പീസാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് എടുത്ത് കഴിച്ച് നോക്കിക്കേ. എല്ലാവർക്കും കൊതി വരുന്നുണ്ടോ? എല്ലാവരും കഴിച്ചോ കേട്ടോ. നോക്കിക്കേ, എല്ലാവരും കഴിച്ചോ. അപ്പം നിങ്ങളെനിക്ക് ഇങ്ങനെ കാണിക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ വെച്ചത് നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റാത്തതുകൊണ്ട് സോറി. ആരും വിഷമിക്കേണ്ട. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കിക്കുക. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചാറൊക്കെ നല്ല കുറുകി വന്ന കണ്ടോ. കറിയെല്ലാം നല്ലത് പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കി വെച്ചാലോ. നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് കറി അങ്ങ് ഇറക്കി വെച്ചേക്കാം. ഓക്കെ, എല്ലാവരും വായോ കഴിക്കാനായിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചണക്ക് തന്നെ വെച്ച് നോക്കണം. അത് എന്നാൽ ടേസ്റ്റ് കിട്ടും. വെച്ചിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നമ്മളെല്ലാം തട്ടിക്കൂട്ടിയിടുന്ന കണക്കല്ല, നമ്മൾ നല്ലപോലെ ഓരോന്ന് അനുസരിച്ചിടുമ്പം നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാൻ ടേസ്റ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, ടാറ്റാ ബൈ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. ബൈ.